പശ്ചിമബംഗാളിൽ നടന്ന അതിക്രൂരമായ സ്ത്രീപീഡനത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും വാർത്തകൾ വൈകിയാണെങ്കിലും പലരും കേരളത്തിലും അറിഞ്ഞു കാണും. കാരണം രാജ്യമാകെ വലിയ കോലാഹലങ്ങൾ നടക്കുന്നതുകൊണ്ട് ചെറുതായെങ്കിലും ചർച്ച ചെയ്തു പോയില്ലെങ്കിൽ തങ്ങളുടെ പൊയ്മുഖം അഴിഞ്ഞു വീഴുമെന്നതുകൊണ്ട് ഒരു ദിവസം വീതം പേരിന് മലയാള മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തു പോയിരുന്നല്ലോ. പക്ഷേ അപ്പോഴും വിഷയം രാഷ്ട്രീയമായി പോകാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷിയല്ലായിരുന്നിട്ടുകൂടി നരേന്ദ്രമോദിയുടെയും BJPയുടെയും വിമർശകയാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്നും ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ ഈ ചർച്ചയിൽ അവർ വിളിച്ച പാനൽ മാത്രം നോക്കിയാൽ മതി. രാഷ്ട്രീയം കലർത്താതിരിക്കാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് അവർ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചത്. പക്ഷേ ഹത്രാസിലും ഉന്നാവോയിലുമൊക്കെ ഇതായിരുന്നില്ലല്ലോ നമ്മൾ കണ്ടത്. ഒരു വശത്ത് BJPയുടെ പ്രതിനിധിയെ ഇരുത്തിപ്പൊരുക്കിയായിരുന്നല്ലോ കേരളത്തിലെ മാധ്യമങ്ങളുടെ പതിവ്. പക്ഷേ ബംഗാളിലെ വിഷയമായതുകൊണ്ട്, BJP ഭരിക്കുന്ന സംസ്ഥാനത്തിലെ വിഷയമല്ലാത്തതുകൊണ്ട് വിഷയം രാഷ്ട്രീയമാകാതിരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ നന്നായി ശ്രദ്ധിച്ചു. പതിവ് പോലെ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ ക്രൂരത അല്ലാത്തതുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഞെട്ടിയതേയില്ല. സീതാറാം യെച്ചൂരിയും വൃന്ദ കാരാട്ടും ആനി രാജയും പിണറായി വിജയനും വിറച്ചുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അണികളും അവരുടെ ഇക്കോസിസ്റ്റവും കേരളത്തിൽ സൈലൻ്റാണ്. പക്ഷേ വിഷയത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തമുള്ള കേരളത്തിലെ BJP നേതൃത്വമാവട്ടെ പതിവ് പോലെ അവർ പ്രതികരിച്ചില്ല, അവർ മെഴുകുതിരി കത്തിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ നിലവിളിക്കുകയാണ്. നിങ്ങൾക്ക് പിന്നെ എന്താണ് പണിയെന്ന് ചോദിക്കാൻ ഇവിടെ ആരുമില്ലാത്തതുകൊണ്ട് സുഖമായി അവർ മൂടിപ്പുതച്ചുറങ്ങട്ടെ. ദേശീയ നേതാക്കളുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്ത് അവരുടെ കടമകൾ തീർക്കാം എന്ന ചിന്തയാണ് കേരളത്തിലെ പല BJP നേതാക്കൾക്കും. എന്തുകൊണ്ടാണ് ബംഗാളിലെ ഈ ക്രൂരതയ്ക്ക് പ്രാധാന്യമേറുന്നതെന്ന് നോക്കിയാൽ ലോകമാകെ ചർച്ച ചെയ്ത നിർഭയ എന്നറിയപ്പെട്ട ഡൽഹി പീഡനത്തിൽ പോലും ആളുകൾ പറഞ്ഞത് ഒരു പെൺകുട്ടി അർദ്ധരാത്രിയിൽ തനിച്ച് കുറേ കാപാലികളുടെ കയ്യിൽ അകപ്പെട്ടു പോയതുകൊണ്ടാണ് അപകടം സംഭവിച്ചതെന്നാണ്. ഹൈദരാബാദിൽ വളരെ വിവാദമായ ഡോക്ടറുടെ കൊലപാതകവും ബസ്സിറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ചില ആളുകൾക്ക് പെട്ടെന്ന് തോന്നിയ ഒരു വികാരത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ആക്രമണമാണെന്നാണ്. എന്നാൽ ബംഗാളിലെ പെൺകുട്ടി 31 വയസ്സുള്ള ഒരു ഡോക്ടറാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ട്രെയിനിയായി കൊൽക്കത്തയിലെ ഒരു പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിൽ തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രീതിയിൽ ആക്രമിക്കപ്പെട്ടത്, ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഡോക്ടർമാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി രാജ്യമാകെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സമരം ചെയ്യുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലും ചെറിയ പ്രതിഷേധം ഡോക്ടർമാരുടെ സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും അവരുടെ സമരം ബംഗാളിലെ പെൺകുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാനായിരുന്നില്ല. ചർച്ചകളിൽ നിന്നും മനസ്സിലായത് അവർക്ക് ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്തി രാജ്യമാകെ ഡോക്ടർമാരുടെ ജോലി സമയം കുറയ്ക്കാനും ജോലിഭാരം കുറയ്ക്കാനും രോഗികളിൽ നിന്നും അവരുടെ പരാതികളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനുള്ള നിയമനിർമ്മാണത്തിന് വേണ്ടിയാണെന്നാണ്. എന്നാൽ ഈ ക്രൂരമായ പീഡനത്തിലെ പ്രതികളും ഡോക്ടർമാരാണെങ്കിൽ ഈ നിയമനിർമ്മാണം കൊണ്ട് മാത്രം പ്രശ്നം അവസാനിക്കുമോ? ഇര ഡോക്ടറായതുകൊണ്ട് മാത്രം പ്രതിഷേധിക്കുന്ന മഹാന്മാർ പലരും പ്രതികളായ വേട്ടക്കാരും ഡോക്ടർമാരാണെന്നത് സൗകര്യപൂർവ്വം മറക്കുകയാണ്. വേട്ടക്കാരുടെ രാഷ്ട്രീയവും മതവും ജോലിയുമൊക്കെ ഒരു പ്രത്യേക വിഭാഗമാണെങ്കിൽ കേരളത്തിൽ പിന്നെ ചർച്ച ചെയ്യാനേ പാടില്ലല്ലോ അല്ലേ? ശരിക്കും ബംഗാളിൽ എന്താണ് നടന്നത്, എന്താണ് ഇപ്പോഴും നടക്കുന്നതെന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഈ മൃഗീയ ക്രൂരത നടന്നത് നോർത്ത് കൊൽക്കത്തയിലെ ശ്യാംബസാർ മേഖലയിലെ ആർജിക്കർ എന്ന മെഡിക്കൽ കോളേജിലാണ്. 1886 സ്ഥാപിക്കപ്പെട്ട ഈ മെഡിക്കൽ കോളേജ് രാജ്യത്തിലെ തന്നെ ഏറ്റവും പഴയ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ്. ഓഗസ്റ്റ് 8 രാത്രി പുലർന്ന് ഓഗസ്റ്റ് 9 വെളുപ്പിനാണ് ഈ ക്രൂരത നടക്കുന്നത്. 31 വയസ്സുള്ള ഈ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിയായ പെൺകുട്ടി തൻ്റെ 36 മണിക്കൂർ നീണ്ട ഷിഫ്റ്റിലാണ് അപ്പോൾ ജോലി ചെയ്തിരുന്നത്. 36 മണിക്കൂർ ഷിഫ്റ്റ് എന്നതിൽ അതിശയമൊന്നും തോന്നണ്ട. മെഡിക്കൽ കോളേജുകളിൽ സത്യസന്ധമായി പഠിക്കുന്ന ജോലി ചെയ്യുന്ന ട്രെയിനികളുടെ അവസ്ഥ കേരളത്തിൽ പോലും ഇങ്ങനെ തന്നെയാണ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എൻ്റെ അച്ഛൻ്റെ ഒരു എക്കോ കാർഡിയോഗ്രാം റിപ്പോർട്ട് വാങ്ങാൻ പോകുമ്പോൾ റിപ്പോർട്ട് എഴുതുന്നതിനിടയിൽ ഒരു ഉത്തരേന്ത്യൻ ഡോക്ടർ ഉറങ്ങിപ്പോവുകയാണ്. ഒരു വിധമാണ് അദ്ദേഹം ആർക്കും മനസ്സിലാക്കാത്ത ഭാഷയിൽ ആ റിപ്പോർട്ട് എഴുതി തീർത്തത്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഒട്ടും വിശ്രമമില്ലാതെയാണ് തങ്ങളുടെ ജോലിയെന്നാണ്. എന്നാൽ വേണ്ടപ്പെട്ടവരെ വേണ്ട പോലെ കണ്ടാൽ ജോലിഭാരം കുറയും, വിശ്രമം ലഭിക്കുകയും ചെയ്യും. കേരളത്തിൽ പോലും ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ബംഗാളിലെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പലരുടെയും പല താല്പര്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കാത്ത സത്യസന്ധയാണ് ഈ പെൺകുട്ടി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവളുടെ ഈ 36 മണിക്കൂർ തുടർച്ചയായ ഷിഫ്റ്റ് എന്ന് ആദ്യമേ തന്നെ പറയാം. എവിടെയെങ്കിലും പോയി തലചായ്ക്കാൻ പറ്റും, പക്ഷേ കോൾ വന്നാൽ ഉടനെ തന്നെ രോഗിയുടെ അടുത്തെത്തണം. അല്ലാതെ 36 മണിക്കൂറും കുട്ടി ഇരുന്ന് നിന്നും ജോലി ചെയ്യുകയാണ് എന്ന് ഇതിൽ അർത്ഥമില്ല. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാത്രി 11 മണിക്ക് തൻ്റെ വീട്ടിൽ വിളിച്ച് മാതാപിതാക്കളോട് സംസാരിച്ചതിന് ശേഷം രാത്രി 2 മണിക്ക് ഒരിക്കൽ കൂടി റൗണ്ട്സിന് പോയി തിരികെ വന്നു. ആ സമയം കൂടെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന മറ്റൊരു MBBS ട്രെയിനിയും ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫും 2 PG ട്രെയിനിയും ഇവർക്കൊപ്പം കോളേജിലെ പൾമിനോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 3ാം നിലയിലുള്ള സെമിനാർ ഹാളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം അവരെല്ലാവരും ചേർന്ന് സെമിനാർ ഹാളിലെ TV-യിൽ നീരജ് ചോപ്ര ഒളിമ്പിക്സിൽ മത്സരിക്കുന്നത് കണ്ടിരുന്നു.
50 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഈ സെമിനാർ ഹാളിന് 2 വാതിലുകളാണുള്ളത്. പടികൾ വഴിയോ ലിഫ്റ്റുകൾ വഴിയോ ഈ ഹാളിലേക്ക് വരുമ്പോൾ ഒരു കോറിഡോർ കൂടി കടന്നു വേണം വരാൻ. സെമിനാർ ഹാളിനുള്ളിൽ CCTV ഇല്ലെങ്കിലും ഈ കോറിഡോറിൽ CCTV ഉണ്ട്. നീരജ് ചോപ്രയുടെ മത്സരം കഴിഞ്ഞതോടെ കൂടെയുള്ളവർ തിരികെ പോയതായും ഈ പെൺകുട്ടി സെമിനാർ ഹാളിൽ തന്നെ കിടന്നുറങ്ങിയെന്നുമാണ് സഹപ്രവർത്തകരുടെ മൊഴി. രാത്രി 3 മണിക്ക് കൂടെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്തിരുന്ന MBBS ട്രെയിനി ഇവിടേക്ക് വന്ന് ഈ പെൺകുട്ടിയെ വിളിച്ചുണർത്തി ഒരു റിപ്പോർട്ട് കാണിച്ച് സൈൻ വാങ്ങിയതായും മൊഴിയുണ്ട്. എന്നാൽ പ്രതികൾക്ക് സഹായം ചെയ്തത് ഈ കുട്ടിയാണെന്ന് മറ്റൊരു വാദവുമുണ്ട്. പിറ്റേ ദിവസം രാവിലെ 7:30 ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ 10ലധികം ക്രൂരമായ മുറിവുകളോടെ അർദ്ധനഗ്നയായി ഈ സെമിനാർ ഹാളിൽ കണ്ടെത്തിയെന്ന വാർത്തയാണ് പിന്നീട് പുറത്തു വരുന്നത്. കണ്ണിൽ നിന്നും സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നു പോലും ചോരൊഴുകുന്നുണ്ടായിരുന്നെന്നാണ് ദൃക്സാക്ഷിയുടെ മൊഴി. അന്ന് രാവിലെ 10:53 കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ സെക്രട്ടറി ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറയുന്നു, നിങ്ങളുടെ മകൾക്കൊരു അപകടം സംഭവിച്ചു, ആശുപത്രിയിലാണ് എന്ന്, നിങ്ങൾ എത്രയും വേഗം ഇവിടേക്ക് എത്തണമെന്ന്. അതായത് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി 7:30 കഴിഞ്ഞ് 3.5 മണിക്കൂറിന് ശേഷമാണ് വീട്ടുകാരെ ഈ രീതിയിൽ വിവരമറിയിക്കുന്നത്. എന്നാൽ അതേ ഫോണിൽ നിന്ന് അതേ വ്യക്തി പെൺകുട്ടിയുടെ മാതാപിതാക്കളെ 15 മിനിറ്റിന് ശേഷം വീണ്ടും വിളിച്ചു പറയുന്നു, നിങ്ങളുടെ മകൾ കോളേജിൽ ആത്മഹത്യ ചെയ്തതെന്ന്. സംഭവം അറിഞ്ഞ് കോളേജിലേക്ക് ഓടിയെത്തിയ ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ പക്ഷേ മൃതദേഹം കാണിക്കാൻ കോളേജ് അധികൃതർ തയ്യാറായില്ല. 3.5 മണിക്കൂറിലധികം കാത്തു നിർത്തിയ ശേഷമാണ് പെൺകുട്ടിയുടെ അച്ഛനെ മാത്രം മൃതദേഹം കാണാൻ പോലീസ് അനുവദിച്ചത്. കണ്ട മാത്രയിൽ തന്നെ മകൾ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ അച്ഛൻ നീതി വേണമെന്ന് നിലവിളിക്കുന്നത് ഓഗസ്റ്റ് 9 വൈകിട്ട് 5 മണിക്ക്. उसके मुंह में खून था, शरीर में कोई कपड़ा नहीं था, पैर दोनों राइट एंगल में मिला गया, एक पांव बेड के इस तरफ, एक पांव बेड के इस तरफ मिला गया. जब तक पेल्विक गर्डल नहीं टूटता है इस तरह 2 पांव को नहीं चीरा जा सकता है. चश्मे को कूटा गया जिसके वजह से आंखों से खून निकल गया. गले में गला दबाकर मारा गया. ये पूरा पोस्टमार्टम रिपोर्ट में वायरल हुआ है, आप लोग कृपया देखिए. I promise you that not a grain of the words I utter today is a lie. Bleeding from her eyes, bleeding from her mouth, bleeding from her vagina, injury all over her body. മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ പെൺകുട്ടിയുടെ അച്ഛനെ നേരിട്ട് വിളിച്ച് നീതി ഉറപ്പാക്കുമെന്ന് പറയുന്നു. തുടർന്ന് സംസ്ഥാന ആരോഗ്യ സെക്രട്ടറി NS നിഗവും പോലീസ് കമ്മീഷണർ വിനീത് കുമാർ ഗോയലും സംഭവസ്ഥലത്തെത്തി അന്വേഷണവും തുടങ്ങി. അതോടെ ഈ പ്രശ്നം അവസാനിക്കുമെന്നാണ് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയവർ കരുതിയത്. എന്നാൽ എന്താണ് നടന്നതെന്ന് കൃത്യമായ ധാരണയുള്ള അതേ കോളേജിലെ കുട്ടികൾ ഈ കൊലപാതകത്തിൽ നീതി വേണമെന്നാവശ്യപ്പെട്ട് രാത്രിയിൽ കോളേജിൽ പ്രതിഷേധം തുടങ്ങി. അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി രാത്രിയിൽ തന്നെ പടർന്നതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും പോലീസ് തയ്യാറായത്. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം എത്തുന്നതിന് മുമ്പേ സംഭവസ്ഥലത്തെത്തിയ പോലീസ് രാവിലെ 11:30 മൃതദേഹം പരിശോധിച്ച് വെറും അസ്വാഭാവിക മരണമെന്നാണ് റിപ്പോർട്ട് നൽകിയത്. പിന്നീട് കുടുംബത്തിൻ്റെ പരാതിക്ക് ശേഷവും കോളേജിലെ കുട്ടികളുടെ പ്രതിഷേധത്തിന് ശേഷവുമാണ് പോലീസ് ബലാത്സംഗവും കൊലപാതകവും കുറ്റപത്രത്തിൽ കൂട്ടിച്ചേർത്തത്. അതിൽ തന്നെ സർക്കാരിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. സംഭവസ്ഥലത്ത് ആദ്യമെത്തിയ പോലീസ് സംഘം തന്നെ വേണ്ടപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ഫോറൻസിക് തെളിവുകൾ നശിപ്പിച്ചു എന്ന് വ്യക്തമാണ്. അതേ പോലീസ് ടീം തന്നെ കോളേജിലെ 15 കമ്പ്യൂട്ടറുകളുമായി കണക്ട് ചെയ്തിരുന്ന എല്ലാ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചതായും പറയുന്നു. അതിൽ നിന്നും ദൃശ്യങ്ങളിലും ഇവർ കൃത്രിമത്വം കാട്ടുകയോ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്തുവെന്ന് നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാം. അത് റിക്കവർ ചെയ്തെടുക്കാൻ ഇപ്പോൾ അന്വേഷണം ഏറ്റെടുത്ത CBI സംഘത്തിന് കഴിഞ്ഞാൽ മാത്രമേ ഈ കേസിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാനെങ്കിലും കഴിയൂ. CCTVയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ പ്രകാരം കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സഹപ്രവർത്തകരായ 4 പേരും പിന്നെ ബെർമുഡയും ടീഷർട്ടും ധരിച്ച ഒരാളെയും മാത്രമാണ് സെമിനാർ ഹാളിൻ്റെ പരിസരത്ത് കണ്ടതെന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. സഹപ്രവർത്തകരായ 4 പേരെയും പ്രത്യേകം ചോദ്യം ചെയ്തിട്ടും പറഞ്ഞു പഠിപ്പിച്ച ദൃശ്യത്തിലെ ജോസുകുട്ടിയുടെ കുടുംബത്തെ പോലെ ഒരേ മൊഴിയാണ് അവർ നൽകിയതെന്നും പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ അവരെ വെറുതെ വിട്ട പോലീസ് സംശയകരമായ സാഹചര്യത്തിൽ കണ്ട 5ാമനായ കോളേജിലെ പോലീസുകാരുടെ സഹായിയായി ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഹോം ഗാർഡിനെ പോലെയൊക്കെ ജോലി ചെയ്യുന്ന സഞ്ജയ് റോയിയെ സംശയിക്കുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അയാളെ കണ്ടെത്തുകയും അയാളുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് സെമിനാർ ഹാളിൻ്റെ അകത്ത് നിന്ന് കിട്ടിയെന്നും പറഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് അയാൾ കുറ്റം സമ്മതിച്ചുവെന്നും പോലീസ് പറയുന്നു. സഞ്ജയ് റോയ് ഒരു ക്രൂരനായ ക്രിമിനലാണെന്ന് അയാളുടെ അമ്മയും സഹോദരിയും ഭാര്യയും തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതേ സഞ്ജയ് റോയ് 2 വർഷം മുമ്പ് ഇതേ കോളേജിൽ കുക്കായി ജോലി ചെയ്യുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. പിന്നീട് പോലീസിൽ ഹോം ഗാർഡായി ജോലി വാങ്ങിക്കൊടുത്തത് തന്നെ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്ന സന്ദീപ് ഘോഷാണെന്നും പറയപ്പെടുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിൻ്റെ സഹായിയെപ്പോലെയാണ് കോളേജിൽ സഞ്ജയ് റോയ് പോലീസ് എന്ന പേരിൽ വിലസി നടന്നിരുന്നത്. പക്ഷേ ഒരാൾ മാത്രമല്ല, പലർ ചേർന്നാണ് പെൺകുട്ടിയെ ആക്രമിച്ചതെന്നും പലരാൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം കോളേജിലെ കുട്ടികൾ നടത്തിയ പ്രതിഷേധമാണ് വിഷയം സംസ്ഥാനത്തിന് പുറത്തേക്ക് ഈ വാർത്ത എത്തിച്ചത്.
കോളേജിലെ കുട്ടികൾക്ക് സംശയം തോന്നാനും കൊലപാതകമാണെന്ന് പറയാനും ഇതിൽ പ്രതിഷേധം നടത്താനും കാരണമെന്നത് ഈ കോളേജിലെ അധികൃതരും പ്രിൻസിപ്പളും ഏകാധിപതികളെ പോലെയാണ് ഈ കോളേജിൽ ഭരണം നടത്തിയിരുന്നത് എന്നതുകൊണ്ടാണ്. ഇവിടെ അഡ്മിഷന് മാത്രമല്ല, ഓരോ പരീക്ഷ പാസ്സാകുന്നതിനും പ്രിൻസിപ്പലിനും സംഘത്തിനും കൈക്കൂലിയും പെൺകുട്ടികൾ പഴകിക്കൊടുക്കണം എന്നുമുള്ള രീതികളുണ്ടായിരുന്നെന്ന് കുട്ടികൾ തന്നെ പറയുന്നു. കൂടാതെ കോളേജിലെ എല്ലാ പർച്ചേസുകൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കമ്മീഷൻ വാങ്ങുന്ന ഈ പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾക്ക് വേണ്ടി കോളേജിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും കുടപിടിക്കുന്നതായി കുട്ടികൾ തന്നെ ആരോപിക്കുന്നു. കോളേജിലെ കുട്ടികളുടെ സമരം പല സംസ്ഥാനങ്ങളിലേക്കും പുറത്ത് BJPയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഏറ്റെടുത്തതോടെ കോളേജിൽ സമരം ചെയ്യുന്ന കുട്ടികളെ സസ്പെൻഡ് ചെയ്യുമെന്ന് പ്രിൻസിപ്പലും സംഘവും നിർദ്ദേശം നൽകി. എന്തിനാണ് പെൺകുട്ടി സെമിനാർ ഹാളിൽ ഉറങ്ങാൻ പോയത്, അതുകൊണ്ടല്ലേ ആക്രമിക്കപ്പെട്ടത് എന്ന നിരുത്തരവാദിത്തപരമായ പരാമർശം നടത്തിയ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് വിഷയം രാജ്യവ്യാപകമായതിനു ശേഷം 3-ാം ദിവസം ഓഗസ്റ്റ് 12-ന് കൊല്ലപ്പെട്ട പെൺകുട്ടി തൻ്റെ മകളെപ്പോലെയാണെന്നും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെന്നും പറഞ്ഞ് രാജിവെക്കുന്നു. എന്നാൽ മമതാ ബാനർജി എന്ന ബംഗാളിൻ്റെ ആരോഗ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായ ധീര വനിത ഈ രാജി സ്വീകരിക്കാതെ പ്രിൻസിപ്പലിനെ സുരക്ഷിതമാക്കി കൽക്കത്ത മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലാക്കി ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തൊരു കരുതലാണ് ഈ മനുഷ്യനെ എന്ന് പറയുന്ന നമ്മുടെ പിണറായി വിജയനെ പോലും തോൽപ്പിക്കുന്ന കരുതലാണ് മമതയ്ക്കെന്ന് മനസ്സിലായല്ലോ. എന്നാൽ കൽക്കത്ത മെഡിക്കൽ കോളേജിലെ കുട്ടികൾ ഗേറ്റ് അടച്ച് സമരം ചെയ്യുകയും ഇയാളെ കോളേജിൽ കാലുകുത്തില്ല എന്നും പ്രഖ്യാപിച്ചു. കുട്ടികളുടെ ആ പ്രതിഷേധം അവസാനിപ്പിക്കാൻ അവരെ ശാന്തമാക്കാനെത്തിയത് ഇതേ മമതാ ബാനർജിയുടെ ഒരു മന്ത്രിയും MLAയും കൂടിയാണ്. MLA സ്വർണ്ണകമലും മന്ത്രി ജാവേദ് അഹമ്മദ് ഖാനും. ഇത്രയും വലിയ പ്രതിഷേധം സംസ്ഥാനത്തും രാജ്യത്തും ഉണ്ടായിട്ടും രാജിവെച്ച പ്രിൻസിപ്പലിനെ തിരികെ വിളിച്ച് വീണ്ടും ജോലി കൊടുത്ത ഒരു സർക്കാരിനെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാണ് കൊല്ലപ്പെട്ട കുട്ടിയുടെ വക്കീൽ ഹൈക്കോടതി സമീപിച്ചുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. എന്നാൽ കോടതിയിൽ മമതാ ബാനർജിയുടെ സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുകയാണ് ഉണ്ടായത്. എന്നാൽ CBI അന്വേഷണം കോടതി പ്രഖ്യാപിക്കുമ്പോൾ കുറഞ്ഞപക്ഷം 24 മണിക്കൂറെങ്കിലും സംസ്ഥാന പോലീസിന് പ്രതികളെ പിടിക്കാൻ നൽകണമെന്ന് സംസ്ഥാനം വാദിച്ചു. എന്നാൽ വഴങ്ങാത്ത കോടതി വളരെ പെട്ടെന്ന് തന്നെ കേസ് CBIക്ക് വിട്ടുകൊണ്ട് ഉത്തരവിടുകയാണ് ചെയ്തത്. പക്ഷേ CBI കേസ് ഏറ്റെടുക്കും മുമ്പ് തന്നെ ഒരുപറ്റം ആളുകൾ സമാധാനപരമായ പ്രതിഷേധം നടക്കുന്ന കോളേജിലേക്ക് ലോറികളിൽ രാത്രി വന്നിറങ്ങി പെൺകുട്ടിക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോളേജിലെ പല ഭാഗങ്ങളും തല്ലിത്തകർക്കാനുണ്ടായത്. നമ്മൾ പല സിനിമകളിലുമാണ് ഇത്തരം സീനുകൾ കണ്ടിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകളെ ലോറികളിൽ കോളേജിൽ കൊണ്ടിറക്കി രാത്രി ഈ സെമിനാർ ഹാളിന് അടുത്തുള്ള ഒരു മുറിയും മറ്റു പല സാധനങ്ങളും തല്ലിത്തകർക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ക്യാമറയും DVRും ഒക്കെ അവർ തകർത്തിട്ടുണ്ടാവാം. അവരുടെ ഉദ്ദേശം CBI അന്വേഷണം തുടങ്ങും മുമ്പ് എന്തെങ്കിലും തെളിവുകൾ കൂടി ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി നശിപ്പിക്കുക എന്നത് മാത്രമാണെന്ന് ആരും പറയണ്ടല്ലോ. എന്നാൽ പോലീസ് കമ്മീഷണർ പറഞ്ഞത് മാധ്യമങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ തുടർച്ചയായ വാർത്തകൾ കൊടുക്കുന്നതുകൊണ്ട് ജനം തെറ്റിദ്ധരിച്ച് വന്ന് നടത്തിയ ആക്രമണമാണ് ഇതെന്നാണ്. ഉദ്ദേശം മാധ്യമങ്ങളെ നിയന്ത്രിക്കുക വഴി വാർത്ത വഴിതിരിച്ചു വിടുക. എന്നാൽ മമതാ ബാനർജി പറഞ്ഞ കഥ കുറച്ചുകൂടി കടന്നതാണ്. CPM BJP ഗുണ്ടകളാണ് കോളേജിൽ അക്രമം നടത്തിയെന്നാണ് അവർ പറഞ്ഞത്. നല്ല കഥ തന്നെ. ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയുടെ തിരക്കഥ ഷാജി കൈലാസാണോ അതോ മമതാ ബാനർജിയാണോ എഴുതിയെന്ന് നമുക്ക് പോലും സംശയം തോന്നും വിധമാണ് അവരുടെ ഭാവനയും കുടിലതയും. മാത്രമല്ല, ഈ ക്രൂരമായ കൊലപാതകം നടന്നതിൻ്റെ 2-ാം ദിവസം തന്നെ ഈ സെമിനാർ ഹാളിൻ്റെ അടുത്തുള്ള ഒരു മുറി ഇടിച്ചു പൊളിച്ചു കളഞ്ഞ് അവിടെ ടോയ്ലറ്റ് ഉണ്ടാക്കുകയും ചെയ്തു കോളേജ് അധികൃതർ. CBI കേസ് ഏറ്റെടുത്തു എന്നതുകൊണ്ട് മാത്രം കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി കിട്ടുമോ? നമ്മുടെ കേരളത്തിലെ വയനാട്ടിൽ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്നതുപോലെ തന്നെയാണ് ബംഗാളിലും നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് മമതാ ബാനർജി രാഷ്ട്രീയം പഠിക്കുന്നത്. അതാണ് ഇപ്പോഴും അവിടെ തുടരുന്നതും. ഇതിൽ മമതാ ബാനർജിക്ക് നേരിട്ട് പങ്കുണ്ട് എന്നല്ല, പക്ഷേ അവരുടെ പാർട്ടിയിലെ ക്രിമിനലുകളാണ് ഇപ്പോൾ ബംഗാൾ ഭരിക്കുന്നത്. കേരളത്തിൽ CPMനെ ജിഹാദികളും ഗുണ്ടകളും അഴിമതിക്കാരും വിഴുങ്ങിയതുപോലെ തന്നെ മമതയുടെ തൃണമൂൽ കോൺഗ്രസിനെ അതേ ജിഹാദികളും ഗുണ്ടകളും അക്രമികളും അഴിമതിക്കാരും വിഴുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിച്ചാൽ മാത്രമേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതുകൊണ്ടാണ് ഒരു എളുപ്പമില്ലാതെ രാജ്യത്തെ ഏക വനിതാ മുഖ്യമന്ത്രിയായിട്ടും ആ പെൺകുട്ടിക്കും കുടുംബത്തിനും നീതി കൊടുക്കുന്നതിന് പകരം പ്രതികളെ സംരക്ഷിക്കാൻ കൂട്ടുനിൽക്കുന്നത്. ഇന്നലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവായ മഹോ മൈത്ര പറഞ്ഞത് കോളേജിൽ കൺസ്ട്രക്ഷൻ നടന്നത് സെമിനാർ ഹാളിലല്ല, അതിനടുത്തുള്ള മറ്റൊരു മുറിയിലാണ്. അത് കുട്ടികളുടെ കാലങ്ങളായുള്ള ആവശ്യത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു ടോയ്ലറ്റ് മാത്രമാണെന്നാണ്. കുട്ടികളുടെ ആവശ്യങ്ങൾ എത്ര വേഗം പരിഗണിക്കുന്ന ഒരു സർക്കാരാണെന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്ന കാര്യമെന്നത് 3 മണിക്ക് റൗണ്ട്സിന് പോയി തിരികെ വന്ന ശേഷം ഈ പെൺകുട്ടിയെ സെമിനാർ ഹാളിൽ നിന്നും ആരൊക്കെയോ അതിനടുത്തുള്ള ഇപ്പോൾ ഇടിച്ചു പൊളിച്ച് കക്കൂസാക്കിയ റൂമിലേക്ക് കൊണ്ടുപോയാവണം പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷം പ്രിൻസിപ്പലിൻ്റെ ശിങ്കിടിയായ സഞ്ജയ് റോയെ വിളിച്ചു വരുത്തി ആ റൂമിൽ നിന്നും സെമിനാർ ഹാളിലേക്ക് മൃതദേഹം മാറ്റുകയും അപ്പോഴാവണം അയാളുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അവിടെ വീണത്, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം അവിടെ വെച്ചത്. കൊല്ലപ്പെട്ട ഈ പെൺകുട്ടിയുടെ മൃതദേഹത്തിലാവണം ഈ സഞ്ജയ് റോയ് എന്ന ക്രിമിനൽ വീണ്ടും പീഡനം നടത്തിയത്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണശേഷവും മൃതദേഹത്തെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. പോലീസ് കമ്മീഷണർ പറയുന്നത് ഓഗസ്റ്റ് 14 രാത്രി ഉണ്ടായ ആക്രമണത്തിലും സെമിനാർ ഹാളിലെ ഒന്നും തകർത്തിട്ടില്ല എന്നാണ്. അപ്പോൾ തന്നെ കൊലപാതക സ്ഥലം അതല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇപ്പോൾ CBI കേസ് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തെരുവിൽ പ്രതിഷേധം നടത്തുകയാണ്.
എത്രയും വേഗം കൊലപാതകയെ തൂക്കിക്കൊല്ലണമെന്നാണ് മമതാ ബാനർജിയുടെ ആവശ്യം. കേൾക്കുമ്പോൾ ആർക്കായാലും വളരെ ന്യായമാണെന്ന് തോന്നുന്ന ഈ ആവശ്യത്തിൻ്റെ ഉദ്ദേശം പക്ഷേ ഇപ്പോൾ അറസ്റ്റിലായ സഞ്ജയ് റോയിയുടെ നാവ് നിശബ്ദമാക്കുക എന്നത് മാത്രമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ബംഗാളികൾ വരെ മനസ്സിലാക്കി കഴിഞ്ഞു. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ അന്വേഷണ ഏജൻസികളും യഥാവിധി പ്രവർത്തിച്ച് ബംഗാളിലെ ഈ കിരാതഭരണം അവസാനിപ്പിക്കേണ്ട കാലമാണിത്. ഇപ്പോഴെങ്കിലും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് ഈ മമതാ ബാനർജിയുടെ കിരാതഭരണം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില.